അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹുവിന്റെ സർവ്വനാമങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷനാമങ്ങളെ കുറിച്ച് 99 വിശേഷനാമങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിലേറ്റവും ആദ്യത്തേതായിട്ടുള്ള അള്ളാഹ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ അള്ളാഹ് എന്നുള്ളത് അൽ ഇലാഹ് എന്നുള്ളതിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അലിഫ്ലാം അറബിയിൽ പൊതുവെ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒന്നിനെ സ്പെഷ്യൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അൽ യൗം എന്ന് പറയാറുണ്ട്, അല്ലെ, ഇന്നേ ദിവസം എന്നൊക്കെ ഉള്ളതിന്. അതുപോലെ തന്നെ അൽ കിതാബ് എന്നുള്ളത് ഖുർആനെ പറയുന്ന അൽ ഫുർഖാൻ എന്ന് ഖുർആനെ പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ എടുത്തു പറയുമ്പോൾ അൽ എന്ന് ഉപയോഗിക്കാറുണ്ട് അറബിയിൽ. ഇംഗ്ലീഷിലെ ദ എന്നുള്ളത് പോലെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ അതിലൊക്കെ ഉപരിയാണ്. ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു ഇലാഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അൽ ഇലാഹ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അത് ഏകത്വത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഏകത്വം എന്ന് പറയുന്നത് എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിക്കുന്ന ഏകത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകമായിട്ടുള്ള വർണ്ണമോ പ്രത്യേകമായിട്ടുള്ള സൗന്ദര്യ ഉപാധികളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വേഷ ഭാഷ രീതികളിലുള്ളവരെ മാത്രം പിന്തുണക്കുക എന്നുള്ള പരിപാടിയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കില്ല. കാരണം എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളതും പരിപാലിക്കുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവസാനം നമ്മളെല്ലാം മടങ്ങുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള ഒരു അർത്ഥമാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന എല്ലാത്തിൻ്റെയും അവസാനം അള്ളാഹുവിലേക്കാണ്, എല്ലാത്തിൻ്റെയും ആരംഭവും അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കീഴ്പ്പെടേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ള തൗഹീദിലേക്ക് കൂടെയുള്ള ചൂണ്ടുപലകയാണ് സർവനാമങ്ങളിൽ അല്ലെങ്കിൽ വിശേഷനാമങ്ങളിൽ ആദ്യത്തേതായിട്ടുള്ള അള്ളാഹ് എന്നുള്ളത്. ഇത് കേവലം ഇസ്ലാം എന്നുള്ള, അതായത് പൊതുവെ ഇപ്പൊ പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ഒരു സംഭവമാണ് ഇസ്ലാം എന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിമർശകരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് മുഹമ്മദീയൻസ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് വിജയിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ജീവിത വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ അള്ളാഹ് എന്നുള്ളതിന് സമാനമായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് പ്രാചീന ഭാഷകളിലൊക്കെ കണ്ടെത്താൻ കഴിയും. ഇപ്പൊ ഹീബ്രുവിലൊക്കെ എലോഹ് എന്നുള്ള രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അൽ ഇലാഹ് എന്നുള്ള അള്ളാഹ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവനാമങ്ങളിൽ വിശേഷനാമങ്ങളിൽ ആദ്യത്തേതായിട്ടുള്ള അള്ളാഹ് എന്നുള്ളത് തൗഹീദിനെയും സകല ലോക പരിപാലനത്തെയും എല്ലാത്തിൻ്റെയും ഉടയവൻ എന്നുള്ള അർത്ഥത്തെയും അതോടൊപ്പം എല്ലാത്തിലും ഉപരിയായിട്ട് ഏകനായിട്ടുള്ള ദൈവം എന്നുള്ള കാര്യത്തെ കൂടി സൂചിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റ് സർവനാമങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സർവനാമങ്ങൾ അറിഞ്ഞുകൊണ്ട്, അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അതിൻ്റെ ആഴം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.